2.5 കഴിഞ്ഞ സമയത്തെങ്ങാണ്ടാണ് ഇതിൻ്റെ വരികൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് ദൈവാത്മാവ് തന്നത്. It was one heavy night after I think about 12:30 in the night that the Holy Spirit revealed these lyrics to me and gave them to me over and over in my heart. ആ ദിവസങ്ങളിൽ തന്നെ ആ പാട്ടിന് ഈണവും പകർന്നു. അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. കാരണം ഞാൻ ഗായകനല്ല, സംഗീതവുമായി ശാസ്ത്രീയ ബന്ധങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ കുടുംബത്തിൽ വല്യപ്പച്ചൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ ഫ്ലൂട്ട് വായിക്കുമായിരുന്നു, എൻ്റെ അപ്പൻ ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. ഞാനും വേണമെങ്കിൽ ചെറിയ ചില പാട്ടുകളൊക്കെ ഫ്ലൂട്ട് വായിക്കും. അങ്ങനെ പാട്ടുമായിട്ട് കുടുംബപരമായി ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. In reality, when I think about it logically, there's no way that this song would come into my life, into my heart, that I would be able to release a song. But it was by the guidance of the Holy Spirit. My grandfather, he used to play the flute. My father used to play the flute. And so perhaps it may be because of that, that maybe I had some sort of musical inclination and the Holy Spirit used me as a humble instrument to write the lyrics to this song. ഈ ഒറ്റപ്പെടലിൻ്റെ വേദന എന്ന് പറയുന്നത് അതൊരു ക്രൂരമായ ഏകാന്തതയാണ്. The pain of loneliness is a horrific pain. It is a situation that cannot be described in words. അപ്രതീക്ഷിതമായി ഒരൊറ്റപ്പെടലിലൂടെ ഞാൻ പോയപ്പോഴാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ് എഴുതിയത്. കൂട്ടം വിട്ടുപോവും ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട് എന്ന വരികൾ. It was when I experienced an unprecedented circumstance in my life where I hadn't expected that I would be alone, and I was suddenly plunged into loneliness, that I wrote the second stanza, the verses of the second stanza, which say, like a sheep that has gone wandering astray from the sheepfold, even if I am alone like that sheep, I still have Yahweh as my God who will be by my side. Amen. നാം ഒറ്റപ്പെടുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോഴാണ് നമ്മുടെ കർത്താവിനെ നമ്മൾ അടുത്തറിയുന്നത്. When we experience those moments of loneliness, when we feel like those who are close to us leave us and we're left alone, in reality, that moment is not our moment of loneliness. Rather, it is the moment where we experience our God in the most intimate way. കൂട്ടം വിട്ടു പോം, അത്രയും തിങ്സ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ തിങ്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്ന വരില്ല. ആരാധിക്കുമ്പോൾ തിങ്സിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ പാട്ട് ഈണം ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈണം ചെയ്തത്. കൂട്ടം വിട്ടു പോം ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും എന്നുള്ള വരികളുണ്ടല്ലോ. ഒറ്റപ്പെട്ടാലും അങ്ങനെ ഫ്ലാറ്റായിട്ട് പാടരുത്. ആ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം മറ്റുള്ളവർക്കറിയണം. പാടുന്നയാളിന് നൊമ്പരമുണ്ട്, മറ്റുള്ളവർക്കറിയണം. ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്, തേടിയെത്തിടും നല്ല ഇടയൻ, തോളിലേറ്റിയൻ. അത്രയും തിങ്സ് ആ വരിക്കുണ്ട്. തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. അങ്ങനെ ഫ്ലാറ്റായിട്ട് പാടരുത്. വീട്ടിലെത്തിക്കും. അങ്ങനെയാണ് അത്. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. ഇപ്പം നമ്മുടെ കൺവെൻഷൻ വേദികളിലും ഒക്കെ ഈ പാട്ട് പാടി കേൾക്കുന്നു, പാഠപുസ്തകങ്ങളിലും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിനങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ദൈവദാസനും സഹോദരന്മാരും ഒരുപോലെ ആവശ്യപ്പെട്ടത് ഇത് രണ്ടാം തവണയാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ. പ്രത്യേകം നന്ദി അറിയിക്കുന്നത് ദൈവദാസനെ. നമുക്ക് ഒരു 3-4 മിനിറ്റെങ്കിലും ആ പാട്ട് ഒന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ചൂടിൽ വാടാതെ വീണു പോകാതെ
മേഘസ്തംഭമായി യാഹിനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുന്നെന്നെ. പാട്ടുപുസ്തകത്തിനകത്ത് താങ്ങിയെടുക്കും എന്നാണ്. അങ്ങനെ അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. താങ്ങിടുന്നെന്നെ നാഥനെന്നെന്നും. താങ്ങിടുന്നെന്നെ എന്നുള്ളതാണ് ഭംഗി. കാരണം താങ്ങിയെടുക്കും എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഔട്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ പാടുന്നയാൾ അതിനകത്തില്ല. പക്ഷെ പാടുന്നയാൾ ആ വരികളിൽ എത്തണമെങ്കിൽ താങ്ങിയെടുക്കും എന്ന് പറയുമ്പോൾ ആരെയൊക്കെ താങ്ങുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. അതേസമയം താങ്ങിടുന്നെന്നെ എന്ന് പറയുമ്പോൾ എന്നെ താങ്ങുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയാൻ ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുന്നേ നാഥനെന്നെന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുന്നേ നാഥനെന്നെന്നും. എന്നെ അറിയാൻ, അറിയാൻ, എന്നെ നടത്താൻ എല്ലാ ഹല്ലേലൂയ ഓ യാഗനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്. തേടിയെത്തിടും നല്ല ഇടയിൽ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിടും നല്ല ഇടയിൽ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഗനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഗനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആമേൻ. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്.
ഹല്ലേലൂയ.